അന്തരിച്ച AV റസൽ കോട്ടയം CPM-ന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി ശ്യാം പ്രസാദ് ഉത്തമനോട് നിന്നും ചേരുകയാണ്. ശ്യാം, മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരൊക്കെയാണ് അവിടെ എത്തിയിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി അല്പം മുമ്പാണ് അന്തരിച്ച ജില്ലാ സെക്രട്ടറി AV റസൽ കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിൻ്റെ മൃതദേഹം കൊച്ചി വിമാനത്താവളത്തിലേക്ക് ചെന്നൈയിൽ നിന്നും എത്തിച്ചേർന്നത്. എംബാം ചെയ്ത മൃതദേഹം ഇവിടെ നിന്നും പുറത്തെടുത്ത് ഇപ്പോൾ ഈ വിമാനത്താവള പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, മന്ത്രി VN വാസവൻ ചെന്നൈയിലെ ആശുപത്രിയിൽ നിന്നും മൃതദേഹത്തിനൊപ്പം അനുഗമിച്ചെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കോട്ടയത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹൻ അടക്കമുള്ള CPM-ന്റെ വിവിധ നേതാക്കൾ ഇവിടെ എത്തി മൃതദേഹം ഏറ്റുവാങ്ങി. നിലവിൽ ഇപ്പോൾ മൃതദേഹത്തിനരികിൽ പ്രവർത്തകർ പുഷ്പചക്രങ്ങളും പൂക്കളും ഒക്കെ ഇട്ട് തങ്ങളുടെ പ്രിയ നേതാവിന് വിട നൽകുകയാണ്. AV റസൽ എന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇനിയില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇനി മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോകും. കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കായിരിക്കും ആദ്യം കൊണ്ടുപോകുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇടം, അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ ഇടമായ ചങ്ങനാശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ ഏരിയ സെക്രട്ടറി ആയിട്ട് പാർട്ടിയെ വളർത്തിയിടമാണ്. ചങ്ങനാശ്ശേരി പോലുള്ളൊരു പ്രദേശം സ്വാഭാവികമായിട്ടും സാമുദായികമായിട്ടൊക്കെ ഏറെ ഇടപെടുന്ന ഒരു മേഖല കൂടിയാണ്. ആ മേഖലയിലാണ് CPM എന്ന പ്രസ്ഥാനത്തെ ഏറെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ AV റസൽ എന്ന തീർച്ചയായും വളരെ കാലം ഏരിയ സെക്രട്ടറിയായി തുടരുകയും പിന്നീട് ജില്ലാ സെക്രട്ടറി ആവുകയും ചെയ്തു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഒരുപാട് യുവതലമുറയ്ക്ക് വഴികാട്ടിയായി നിന്ന മനുഷ്യൻ, ഈ തരത്തിലൊക്കെ വളരെ ജനകീയനായ ഒരാൾ അങ്ങനെ തിരികെ വരുമെന്ന വാക്കു പറഞ്ഞു പോയതാണ്. പക്ഷേ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ജീവനോടെ മടങ്ങാനായില്ല എന്ന ഒരു വലിയ ദുഃഖം ഉണ്ട്. വികാരനിർഭരമായ രംഗങ്ങളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നമുക്ക് കാണാനാവുന്നത്.